ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴിന്ന് സൊപ്പു കിടുക്കാച്ചി ടിപ്പുകളൊന്നും അല്ല കേട്ടോ. കുറച്ച് പേരെ ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇന്നും നമ്മൾ ബ്യൂട്ടി ടിപ്പും അതും ഇതും എല്ലാം ചെയ്ത് വശം കിട്ടും അല്ലേ. അപ്പോൾ ഇന്നൊരു ചേഞ്ചൊക്കെ ആവാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു വീഡിയോ ഒക്കെ കാണാം. കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. കുഞ്ഞൊരു വീഡിയോ കേട്ടോ. അപ്പോഴതൊക്കെയാണ് ഇന്ന് സുക്കുവിൻ്റെ വീഡിയോയിലേക്ക് എടുക്കുക. ചുറ്റിപ്പൊന്നുമില്ല, ആരും ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അപ്പോഴേ നമുക്ക് ആ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നേരെ നമ്മുടെ കിടുക്കാച്ചി കുഞ്ഞു വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ദേ എൻ്റെ തെച്ചിക്കകത്തൊരു കള്ളം വന്ന് തേൻ കുടിക്കുന്നത് നിങ്ങൾ കണ്ടോ? ദേ എന്നും ഇതാണ് പതിവ് കേട്ടോ. ഇവിടുത്തെ പതിവ് ഇതാണ്. രാവിലെ ആകുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ കട്ടുപിടിക്കാൻ വരുവൻ. അതേ പറന്നു പോയി കേട്ടോ. ഇനി വരും. ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ വീണ്ടും വരും. നമ്മുടെ പിച്ചി സുന്ദരി അങ്ങനെ പൂത്തിലഞ്ഞ് നിൽക്കുകയാണ്. ദേ ഇവിടെ വരുന്നവരെല്ലാം ചോദിക്കേ, അയ്യോ ഇത്രയും പൂവുണ്ടോ ഇതിന്? നല്ല രസമുണ്ടല്ലോ, നല്ല പൊക്കമായി കേട്ടോ. നല്ല പൊക്കമായി. ഞാൻ ഒരു 5 തൈയാണ് ഇതിനകത്ത് നട്ടേക്കുന്നത് കേട്ടോ. ഇങ്ങനെ റൗണ്ടിനകത്ത് ഒരു 5 തൈയാണ് ഞാൻ വാങ്ങിച്ച് നട്ടേക്കുന്നത്. 20 രൂപ ഒരു തൈക്ക് 20 രൂപ വെച്ച് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ സംഭവം പൊളി. ഞാൻ വിചാരിച്ചില്ല ഇത്ര ഇതാവുമെന്ന്. എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ ഷേപ്പിലൊക്കെ വെട്ടിക്കൊടുത്തു വിടാൻ. പക്ഷെ പൂ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഇവനെ വെട്ടാൻ തോന്നത്തില്ല, ഇവളെ എനിക്ക് വെട്ടാൻ തോന്നത്തില്ല കേട്ടോ. ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന കാണുമ്പോൾ എന്ത് രസമാണ്. അതേ കണ്ടോ, നിറച്ചും പോവായിപ്പം. ഞാൻ ഇന്നൊരു മുഴുക്ക ഇതിൻ്റെ ആ ഭംഗി കണ്ട് ആസ്വദിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നിറച്ചും പൂവായിട്ട് നിൽക്കും നമ്മുടെ തെച്ചി സുന്ദരി. ഇതേ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കത്തില്ല. ഞാൻ കൊടുക്കുന്ന വളമെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് പച്ചവെള്ളം കൂടെ കൂട്ടിയാണ് ഞാൻ എപ്പോഴും ഇത് ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ. എപ്പോഴും ഒഴിച്ചു കൊടുക്കാറ്. വേറെ വളങ്ങളൊന്നും ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്നതേ ഇല്ല. അപ്പോഴിങ്ങനെ എനിക്കിത് കണ്ടിച്ച് വിടാനൊരു മനസ്സുകേടാണ്, ഒരു വിഷമം. അപ്പോഴും ഞാനിങ്ങനെ അങ്ങോട്ട് നിർത്തിയേക്കുവാണ് കേട്ടോ. നമ്മുടെ തെച്ചി സുന്ദരി അങ്ങനെ അങ്ങോട്ട് വളരട്ടെ എന്ന് വിചാരിച്ചു. എത്രയും ഇപ്പോൾ എന്നെക്കാളും പൊക്കമായി കേട്ടോ. എന്നെക്കാളും പൊക്കമായി നമ്മുടെ തെച്ചി സുന്ദരിക്ക്. തെറ്റി എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെ കേട്ടോ. ദേ കണ്ടോ, ചില സമയത്ത് നല്ല ഭംഗി. ഇതിനെക്കാട്ടിലും പൂവാവും കേട്ടോ. ഇന്നിപ്പം കുറവാന്ന് തോന്നുന്നു. പണ്ടൊക്കെ അമ്പലങ്ങളിലേക്ക് ഓരോരുത്തരെ പൂവൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകാറ്. പക്ഷേ ഇപ്പോൾ ആരും പൂ വാങ്ങിക്കാനൊക്കെ ഈ കവറിനകത്തൊക്കെ കിട്ടത്തില്ല. അതുകൊണ്ടായിരിക്കാം. അപ്പുറത്തും അതുപോലെ ഞാൻ ഇങ്ങനെ നിരത്തി ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ആയി കേട്ടോ, കുറച്ചൊക്കെ ആയി വരുന്നു. അപ്പോൾ ഇവിടുത്തെ പോച്ചൊക്കെ അതേ ഇത്രയും ഞാൻ പറിച്ച് തീർത്തു. വീണ്ടും കിളിർത്ത് വരിക കേട്ടോ. വീണ്ടും കിളിർത്ത് വരുന്നു. ഞാനിങ്ങനെ ഒരറ്റത്തുനിന്ന് പറിക്കും, ഒരറ്റത്തുനിന്ന് ഇത് അങ്ങോട്ട് വളർന്നു വരും. പിന്നെ പിച്ചി സുന്ദരി ഇച്ചി മടിയായിട്ട് കാണിക്കുകയാണ്. മടിയാണ് അവൾക്ക് കേട്ടോ. പൊതുവെ ആക്കിച്ച് മടിയാണ്. പക്ഷെ ഇന്നാളിൽ നിറച്ചും പൂവായി വന്നു. ഇപ്പോൾ ഞാൻ വളമൊക്കെ ഇട്ട് കൊടുത്തു. ദേ മൂട്ടിൽ നിന്ന് ഒരുപാട് തയ്യ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് കണ്ടപ്പോൾ ഒരു സമാധാനം. നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ടേ. പക്ഷെ പൂ ചില സമയത്താണല്ലോ നമ്മുടെ പിച്ചിക്ക്. ചില സമയത്ത് പൂ ഒരുപാട് വരും, ചില സമയത്ത് കുറച്ചേ വരത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ പിച്ചി സുന്ദരിയുടെ ഒരു ഇത് അല്ലേ. ശംഖുപുഷ്പത്തിൻ്റെ കാര്യം പറയണ്ട കേട്ടോ. കാണുന്നിടത്ത് മൊത്തം ഇവിടെ ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പം തട്ടുള്ളതും ഒറ്റത്തട്ടിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഓർക്കിഡ് കുറച്ചൊക്കെ അതേ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പൂവിട്ട് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. നിൽക്കട്ടെ എന്ന് വിചാരിച്ച് മാറ്റിയൊന്നും നടന്നൊന്നുമില്ല. എവിടെ ഇതുണ്ടല്ലോ, ഇതൊരു വിലയുള്ള നല്ലൊരു ചെടിയാണ് കേട്ടോ. പക്ഷെ നമ്മളിത് നമ്മുടെ അകത്ത് കൊണ്ടുപോയി വെക്കാമെന്നും കരുതി നമ്മൾ ചട്ടിയിലൊക്കെ ആക്കി കൊണ്ടുപോയി വയ്ക്കും. പക്ഷെ ഇവൻ വളരത്തില്ല. ഇങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ ഈ ചെടിയുടെ പേര്. നല്ല രസമാണേ.
ഇങ്ങനെ ചുമ്മാ ഇവിടെ വളർന്ന് പടർന്ന് അങ്ങ് പോവാണ് കേട്ടോ. ഇത് നല്ല ഒരു വിലയുള്ള ചെടി കേട്ടോ, എനിക്കറിയത്തില്ല പേര്. ഇതേ കണ്ടോ, ഇങ്ങനെ ഇതിനകത്തൂടെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ് ഈ ചെടി. പിന്നെ നമ്മുടെ ഓമയ്ക്ക, നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെയാണ് ഇതിന് പേര്. ഞാൻ എന്തായാലും ഇവിടെ ഒരു മൂട് തന്നെ കിളിച്ചതായിട്ട് ഇഷ്ടം മാതിരിയുണ്ട്. പക്ഷേ അത് നമ്മൾ പഴുപ്പിക്കാനായിട്ട് നിർത്തിയേക്കുക കേട്ടോ, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി. രണ്ട് മൂന്നെണ്ണം പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ, തട്ടിയിടണം. കണ്ടോ പഴുത്ത് നിൽക്കുന്ന, കണ്ടോ കുത്തിയ. ഇതേ എൻ്റെ ഓർക്കിഡ് സുന്ദരിയെ കണ്ടോ, ഈ സുന്ദരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സുന്ദരി അടിപൊളി സുന്ദരിയാണ് കേട്ടോ, നീളം വെച്ചങ്ങ് പോവും. പക്ഷെ സൂപ്പർ പൂവാണ് കണ്ടോ, സൂപ്പർ പൂവാണ്. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ കാര്യം പറയണ്ട കേട്ടോ, എനിക്ക് ഇത് ഒരുപാടായി കേട്ടോ. ഈ പച്ച കളറ് സ്നേക്ക് പ്ലാന്റ് ഇവിടെ ഒരുപാടായി. മഞ്ഞ കുറച്ചേ ഉള്ളൂ, എന്നാലും ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഇടയ്ക്കുണ്ട് മഞ്ഞ. എന്നാലും കൂടുതൽ എനിക്ക് പിന്നെ ഈ പച്ച കളറാണ്. മഞ്ഞ കളർ ഇടയ്ക്ക് ഞാൻ നട്ടിട്ടുണ്ട്. ഈ പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഒരു നമ്മുടെ തെറ്റിയുടെ ഒരു വർഗ്ഗത്തിൽ പെട്ടതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. നല്ല പൂവാണ് കണ്ടോ നിങ്ങൾ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സജിനി ചേച്ചിക്കുണ്ട് ഇത് ഇല്ലേ? ചേച്ചി ഇതേപോലെ ഈ ചെടിയുടെ ആരുമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ടത് ഞാൻ കണ്ടു. ചേച്ചിക്കുട്ടി കണ്ടോ? ഈ ചെടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല സൂപ്പർ ചെടിയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഇല കേട്ടോ, ഇതാണ് അതിൻ്റെ ഇല. ഇത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എവിടെ നോക്കിയാലും ശംഖുഷ്പം ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. ഇത്രയുള്ള ചെമ്പരത്തി പൂ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇത്തിരി കുഞ്ഞനാണ് കേട്ടോ, ഇവനെ ഇത്തിരി കുഞ്ഞനാണ് കേട്ടോ, ഇത്രയുള്ളൂ ഇവൻ്റെ പൂവ്. ഇതൊരു ചെമ്പരത്തിയാണ്, ചിത്രശലഭം പോകുന്നുണ്ടോ? ഇതൊരു ചെമ്പരത്തിയാണ്, പക്ഷേ ഒരിത്തിരിയേ ഉള്ളൂ കേട്ടോ, ഇത്തിരി കുഞ്ഞനെന്നാണ് ഞാൻ ഇവന് പേരിട്ടേക്കുന്നത്. നമുക്ക് രണ്ട് പൂവുണ്ട് കേട്ടോ, ഇത്തിരി കുഞ്ഞൻ, ഇവൻ്റെ പേരാണ് ഇത്തിരി കുഞ്ഞൻ. എന്ത് രസമുണ്ട് ഈ ചെമ്പരത്തി പൂ കാണാൻ കണ്ടോ. ഇതിൻ്റെ വലുത് ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ വലുത് കൊണ്ട് നമുക്ക് കണ്ടോ. നമ്മളിപ്പം കണ്ടില്ലേ, അതിൻ്റെ വലിയ പൂവാണ് ഇത് കേട്ടോ. ഇത് സാധാരണ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഇത്തിരി കുഞ്ഞിനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. ഇത് അതിൻ്റെ വലുതാട്ടോ, ഇച്ചിരി ഒരു വലിയ പൂവാണ് കണ്ടോ. എന്ത് ഭംഗി ഈ പൂവൊക്കെ. ഇതിനകത്ത് നമുക്ക് കുഞ്ഞു കിളിയുണ്ട് കേട്ടോ, മേളിൽ ഇരിപ്പുണ്ട്, എപ്പോഴും വന്ന് തേൻ കുടിക്കും. ഇത് അതിനേക്കാൾ ഇച്ചിരി വലിയ പൂവാട്ടോ കണ്ടോ. ഇതാണ് നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂ കേട്ടോ, പണ്ട് മുതലേ ഉള്ള നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പം കാണിച്ച ചെമ്പരത്തിപ്പൂവെല്ലാം നമ്മുടെ പല ഒരുപാട് കളറുള്ള ചെമ്പരത്തിപ്പൂവുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂ കണ്ടോ. ഇതിൻ്റെ ഇലയും മൊട്ട് കാണുന്നില്ലല്ലോ, ഇതിൻ്റെ ഇലയും മൊട്ടും പൂവും എല്ലാം നമുക്ക് നമ്മുടെ മുടിക്ക് ഓരോ ടിപ്പുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞരടി പിഴിഞ്ഞ് താളിയായിട്ടൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. ഇതാണ് നാടൻ ചെമ്പരത്തിപ്പൂ കേട്ടോ. ഇതും നാടനാണ്, ഇച്ചിരി കളറ് കൂടിയതാണ് കേട്ടോ. ഇത് നാടനാണ് എങ്കിലും ഇച്ചിരി കളറ് കൂടിയ ചെമ്പരത്തിപ്പൂവാണ്. നല്ല കളറാണ് കേട്ടോ. ഈ ചെമ്പരത്തിക്ക് അടിപൊളിയാണ്. കണ്ടോ, കിളി തിന്നിട്ട് പോയതേട്ടോ. ഞാൻ കാണുവാണെങ്കിൽ ഇത് കുത്തി ഇട്ടുകൊണ്ട് പോകും, പക്ഷേ ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. മുക്കാലും തിന്ന് തീർത്ത്. അവർ കഴിക്കട്ടെ. നന്നായിട്ട് പഴുത്ത ഓമയ്ക്ക കേട്ടോ, നന്നായിട്ട് പഴുത്ത വലിയ ഓമയ്ക്കയാണ്. കിളി കുത്തിയതാണ്, നമുക്ക് വേണ്ട, അവർ കഴിക്കട്ടെ. അപ്പോഴിതാണ് നമ്മുടെ മുറ്റത്തെ കാഴ്ചകൾ കേട്ടോ. ഞാൻ തുണിയെല്ലാം രാവിലെ പറക്കിയിട്ട് കേട്ടോ.
ഒന്ന് വെയിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ചു. ദേ നമ്മുടെ മുറ്റം ഇതാണ് കേട്ടോ. ഞാൻ ഇപ്പുറത്ത് ചാടിയിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. എല്ലാം ഉണങ്ങി കേട്ടോ. ഞാൻ ദേ അവിടെ ഇരുന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതും ലൈവൊക്കെ പോകുന്നതും ഒക്കെ. ദേ സിറ്റൗട്ടിലെ ദേ 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 കണ്ടോ നമ്മുടെ മുറ്റം. പക്ഷേ നമുക്ക് നല്ല രസമായിട്ടോ. ആ തെറ്റിപ്പോയി ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ. മഴക്കോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് എൻ്റെ കിളിമക്കളുടെ വീട് കേട്ടോ. ഞാൻ കാണിക്കാം. എൻ്റെ കിളിമക്കളുടെ വീട് ദേ ഇവിടെ താഴെ ഒരെണ്ണമുണ്ട്, മേളിലുണ്ട്. ഒരു മൂന്ന് കിളിക്കൂടുണ്ട് നമുക്ക് കേട്ടോ. ദേ ഒരു 3 കിളിക്കൂടുണ്ട് നമ്മുടെ ശംഖുപുഷ്പത്തിനകത്ത്. ദേ ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് അങ്ങ് പോയേക്കും കേട്ടോ. ഇതിൻ്റെ വള്ളികളെ മേളറ്റുമായി പെരയുടെ മേളിലോട്ട് ഇപ്പം പടർന്നു. കിളിമക്കൾ അതിനകത്തുണ്ടോ എന്തുവാണെന്നോ എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിലപ്പം ഭയങ്കര ബഹളം കേൾക്കാം കേട്ടോ. ഇവരുടെ ഭയങ്കര സൗണ്ടാണ്, വഴക്കുണ്ടാവുന്നത് കേട്ടോ. അച്ഛനും അമ്മയും മക്കളും കൂടെ ഭയങ്കര ബഹളമാണ് ഇവിടെ കേട്ടോ. പിഴുത് കളയുന്നില്ല, അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അവരിടയ്ക്ക് വന്ന് കൂട് വെച്ച് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അവർ പോകട്ടെ അല്ലേ പാവത്തുങ്ങൾ. ഞാൻ അവർക്ക് വാടകയ്ക്ക് കൊടുത്തേക്കും എൻ്റെ ശംഖുപുഷ്പം കേട്ടോ. വാടകയ്ക്ക് കൊടുത്തേക്കും എൻ്റെ ശംഖുപുഷ്പം. അവരവിടെ നിൽക്കട്ടെ, താമസിച്ചോട്ടെ കേട്ടോ. അവർ വരിക പോവുക അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കേട്ടോ. അപ്പോഴെന്താ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ ചെടിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മുടെ ബ്യൂട്ടി ടിപ്പും കാര്യങ്ങളും ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോഴിത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഒന്നുമില്ല, പറഞ്ഞില്ല ഞാൻ. അപ്പോഴേ നമുക്ക് നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളും നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.